ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഡേ 3 ആണ്, മൂന്നാമത്തെ ദിവസം. നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് സീരീസ് തുടങ്ങിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് കീപ് സ്മൈലിംഗ് ഓൾവേസ്. ഇത് ഫസ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ ഞാൻ മൂന്നാമത്തെ ദിവസത്തിലേക്ക് വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സെൽഫ് കോൺഫിഡന്റ് ആണെങ്കിൽ, അതുപോലെ നമ്മൾ സെക്കൻഡ് ഡേയിൽ പ്രാക്ടീസ് ചെയ്ത ഇഗ്നോർ ഓർ സ്റ്റോപ്പ് തിങ്കിങ് വാട്ട് അതേഴ്സ് തിങ്ക്, അല്ലെ? മറ്റുള്ളവർ നമ്മളെ എന്ത് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് നോക്കി നടക്കുകയാണോ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അതെല്ലാം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം വരുള്ളൂ, ചിരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഡേ 3 ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് എന്ത്? കീപ് സ്മൈലിംഗ്. നമ്മൾ ചിരിച്ചെങ്കിലല്ലേടോ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ മുഖം എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ പോലെയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വയം എന്ത് ചെയ്യുക? ഒപ്റ്റിമിസ്റ്റിക് ആവുക. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിലും നിൽക്കുന്നവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഒരു പെർസെൻറ്റേജ്, അല്ലെ? ഒരു പെർസെൻറ്റേജ് അവർക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും, അല്ലെ? സാഹചര്യം അനുകൂലമായിട്ട് ചിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് എല്ലാം കിട്ടിയിട്ട് ഞാൻ സന്തോഷിക്കാം, എനിക്ക് എല്ലാം മറ്റുള്ളവർ കൊണ്ടുതരും. നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ദ ബെസ്റ്റ് തിങ്സ് വി ഡു ഫോർ അവർ സെൽസ്. നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർക്ക്. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരില്ല? ദേഷ്യം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ദേഷ്യം വരാതിരിക്കത്തൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളെല്ലാവരും മനുഷ്യനാണ്. ദേഷ്യം വരും, പക്ഷേ വി കുഡ് കൺട്രോൾ. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ദേഷ്യത്തെ മിനിമൽ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ വരും ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യും. ഇതൊന്നും ഒറ്റയടിക്ക് കിട്ടുന്ന കാര്യമല്ല. ഇതൊന്നും ഇപ്പൊ നമ്മൾ വീഡിയോ കണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇതുപോലത്തെ നിങ്ങൾ മറ്റും കണ്ടിട്ടുണ്ടാകും. ഇനിയിപ്പോൾ എൻ്റെത് ഫോളോ ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ്റെത് കാണുന്നോ ഒന്നുമല്ല. അതൊന്നും കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കതൊന്നും പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഫോളോ ചെയ്യണം. ഇതെല്ലാം കണ്ടിന്യൂ ആയിട്ട്. അതാണ് 21 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് സീരീസ് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? ഞാൻ നല്ലൊരു എന്താ പറയുക, മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ഞാനാണെന്ന് വിശ്വസിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് എന്നിൽ കുറേ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ വരും വീഡിയോകളിൽ അതെല്ലാം പറയാട്ടോ. അതായത് അഫർമേഷൻ, മാനിഫെസ്റ്റേഷനിലൂടെ നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ യൂണിവേഴ്സിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തോട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവം ആരാണോ ആ ഭഗവാനോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം നമ്മുടെ കൺമുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. അതിൻ്റെ എല്ലാം ക്ലാസ് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒഫീഷ്യലി ഒരു ടീച്ചറാണ്. അപ്പം കുട്ടികളോട്, സ്റ്റുഡൻസിനോട്, എനിക്ക് വലിയവരും ചെറിയവരും എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരും വീഡിയോസിലൂടെ നമുക്കത് ഒരുമിച്ച് കൊണ്ടുപോകാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെയൊന്നുമില്ല, നിങ്ങളോടൊപ്പം ഞാനും ചെയ്യുന്നു, വീണ്ടും വീണ്ടും ചെയ്യുന്നു. അപ്പോൾ 21 ഡേയ്സ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 21 ഡേയ്സ് ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും. ഓക്കെ, ആഫ്റ്റർ 21 ഡേയ്സ് നിങ്ങൾ വീണ്ടും അത് ചെയ്താൽ അത് എന്തായി മാറി? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയായി മാറിയത്. പിന്നെ ആർക്കും അത് അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അതിനാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത് പോലെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ്, 2 തരം മൈൻഡാണ് നമുക്ക് ഉള്ളിലുള്ളത്. നമ്മളിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഈ കാണുന്ന ബാഹ്യ ഭംഗിയോ അല്ലെങ്കിൽ ബാഹ്യ ബോഡിയോ, കൈ കാല്, ഇത് മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഇന്നറിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്നറിൽ നമ്മളെ ഇൻഹെയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, നമ്മളെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ളിൽ തന്നെ ഉണ്ട്. സോ എന്താണ് നിങ്ങൾ ഈ ഡേ 3 പ്രാക്ടീസ് ചെയ്യേണ്ടത്? സ്മൈലിംഗ്, കീപ് സ്മൈലിംഗ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ചിരി അത്ര നല്ലതല്ലടോ, ഞാൻ ചിരിച്ചാൽ കൊള്ളത്തില്ല, ഞാൻ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നു, എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മാരേജിന് 2014 ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് ആ വീഡിയോഗ്രാഫറോട് ഞാൻ ശ്രീബി ഹെക്സാ പറഞ്ഞിട്ട് ശ്രീബിയേട്ടനോട് ഞാൻ ലാസ്റ്റ് എന്താ പറയുക, ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മതി, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ മടിച്ച ഞാൻ, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ മടിച്ച ഞാൻ ഇപ്പോഴും മടിയാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് നല്ല രീതിയിൽ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെ, നിങ്ങൾ എത്ര പേര് എന്നെ ആക്സെപ്റ്റ് ചെയ്യും, ഓൾ
വാട്ട് ടു സേ, എല്ലാ തരത്തിലുള്ള മടികളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും എനിക്കും ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സാഹചര്യം അനുകൂലമാണ്, അല്ലെങ്കിൽ അവരെന്നോട് ചിരിച്ചാലേ ഞാൻ ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ചിരി നന്നല്ല, ആ കുട്ടി എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ ചിരിക്കണ നന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പറഞ്ഞു നീ ചിരിക്കല്ലേ, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു, അതൊന്നും നോക്കരുത്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ കുട്ടി, ടീച്ചർ, അധ്യാപകർ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്, ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വർക്ക് ചെയ്യുന്നവർക്ക്, കോളേജ് പഠിക്കുന്നവർക്ക്, ഏതായിക്കോട്ടെ, ഏജോ എഡ്യൂക്കേഷനോ ഒന്നും ഒരു തടസ്സമല്ല. നമ്മുടെ മൈൻഡിനെ നമ്മൾ റിഫ്രഷ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, റിഫ്രഷ് ചെയ്തെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും ചിരിക്കുക. എൻ്റെ ചിരി നന്നല്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ എനിക്ക് സാഹചര്യങ്ങൾ ഭയങ്കര, എനിക്ക് മൈൻഡ് ഫുള്ളാ, എനിക്ക് ടെൻഷനാണ്, എനിക്ക് മൈൻഡ് ഫുള്ള് ടെൻഷനാണ്, ഞാൻ എന്താ ചെയ്യുക, ആകെ മൊത്തം ഞാൻ പ്രയാസത്തിലാണ്, എനിക്ക് ചിരിയൊന്നും വരത്തില്ല, എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ വിഷമം, കരച്ചിൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ലൈഫ് ലോങ് നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ലൈഫ് ലോങ് നിങ്ങൾ എന്ത് ചെയ്യും, ആ പ്രയാസത്തിൽ തന്നെ. അതൊക്കെ തീരുമ്പോൾ വേറൊരു പ്രയാസം വരും. കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്, സന്തോഷമല്ല കണ്ടെത്തുന്നത്, നിങ്ങൾ വിഷമിക്കാനുള്ള കാര്യങ്ങളല്ല കണ്ടെത്തുന്നത്. സോ എന്ത് ചെയ്യുക, സ്മൈൽ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ആരെയാണോ, അച്ഛനെയോ അമ്മേനെയോ ഭാര്യനെയോ ഭർത്താവിനെയോ മക്കളെയോ കുട്ടീനെയോ ടീച്ചർ ആരെയാണോ നിങ്ങൾ ആദ്യം കാണുന്നത്, നിങ്ങൾ അവരോടൊന്ന് ചിരിക്കുക. ഞാൻ എപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് പറയുന്നതാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നതാണ്, എന്ത് ചെയ്യുക, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറല്ലല്ലോ ഞാൻ മൈൻഡ് ചെയ്യണ്ട. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല വേണ്ടത്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളെ കാണുമ്പോൾ അവർ നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയാൽ ഒന്ന് ചിരിക്കുക. ഛേദമില്ലാത്തതല്ലേ, കാശ് കൊടുക്കണ്ടല്ലോ, ചിരിക്കുന്നതിന് ആർക്കെങ്കിലും കാശ് കൊടുക്കണോ? എൻ്റെ ചിരിക്ക് ഇത്ര രൂപയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. സോ എന്ത് ചെയ്യുക, ചിരിക്കുക. സോ കീപ് സ്മൈലിംഗ് ഓൾവേസ്. എനിക്കിന്ന് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പം നാളെ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ചച്ചാ ബൈ.